ഇലക്ട്രിക് സ്കൂട്ടർ വിൽപ്പന രംഗത്ത് പുത്തൻ വിസ്മയങ്ങളുമായി ഇവനോവെ ഇലക്ട്രിക് വെഹിക്കിൾ സൊല്യൂഷൻ സെയിൽസ് ആൻഡ് സർവീസ് ചേലക്കരയിൽ പ്രവർത്തനം ആരംഭിച്ചു. 49,999 രൂപയ്ക്ക് പുത്തൻ ഇലക്ട്രിക് സ്കൂട്ടർ സ്വന്തമാക്കാൻ ഒരു അവസരം. ആകർഷകമായ ഡിസൈനിൽ രൂപകൽപ്പന ചെയ്ത ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക്, LED ഹെഡ്ലൈറ്റ്, വിശാലമായ സ്റ്റോറേജ് സ്പേസ്, ഓട്ടോമാറ്റിക് ചാർജർ കട്ട് ഓഫ് തുടങ്ങിയവ ഇവനോവയുടെ പ്രത്യേകത. അത്യാകർഷകമായ മോഡലുകളിൽ ഏറ്റവും വിലക്കുറവിൽ ക്വാളിറ്റിയിൽ വിട്ടുവീഴ്ച ചെയ്യാതെ ഇലക്ട്രിക് സ്കൂട്ടറുകൾ സ്വന്തമാക്കാൻ സന്ദർശിക്കൂ ഇവനോവെ ഇലക്ട്രിക് വെഹിക്കിൾ സൊല്യൂഷൻസ്, ഉദുവടി, ചേലക്കര. ഫോൺ 6238627700 9567597700. വിവാദമായ ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ LDF അംഗം UDF അംഗത്തിന് വോട്ട് ചെയ്തത് അബദ്ധത്തിൽ സംഭവിച്ചതല്ല എന്ന നിഗമനവുമായി 3-ാം വാർഡ് മെമ്പർ എല്ലിശ്ശേരി വിശ്വനാഥൻ. വോട്ടുമാറ്റം അബദ്ധമോ എന്ന റൈറ്റ് വിഷൻ ന്യൂസിന്റെ ചോദ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. തന്റെ ഇത്രയും കാലത്തെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലും വോട്ട് ചെയ്യുന്ന സ്ഥലത്തുണ്ടായിരുന്ന ദൃക്സാക്ഷി എന്ന നിലയിലും വോട്ടുമാറ്റത്തിൽ കേവലം അബദ്ധം സംഭവിച്ചു എന്ന് വിശ്വസിക്കുന്നില്ല. ഈ വിഷയത്തെക്കുറിച്ച് പാർട്ടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിട്ടുള്ള MP മനോജ് കുമാർ കൃത്യമായി വാർത്താസമ്മേളനം നടത്തി വിശദീകരണം നൽകിയിട്ടുള്ളതാണ്. അതിനേക്കാൾ കൂടുതലൊന്നും തന്നെ ഈ വിഷയത്തെക്കുറിച്ച് പറയാൻ ചുമതലപ്പെട്ട ഒരാളൊന്നല്ല ഞാൻ. എന്നിരുന്നാലും നിങ്ങളിപ്പോൾ ചോദിച്ച ചോദ്യം അബദ്ധവശാൽ സംഭവിച്ചതാണോ എന്ന് ചോദിച്ചാൽ, അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലും ആ സമയത്തെ സ്ഥലത്തുണ്ടായിരുന്ന ഒരു മെമ്പർ എന്ന നിലയ്ക്കും എനിക്കത് അബദ്ധം സംഭവിച്ചതാണെന്ന് വിശ്വസിക്കാൻ പ്രയാസമുണ്ട്. കാരണം ഞാൻ കരുതിയത് വരണാധികാരിക്ക് തെറ്റുപറ്റി എന്നാണ്. അപ്പം അതുകൊണ്ടാണ് PN രാമേന്ദ്രൻ T ഗോപാലകൃഷ്ണനെ വോട്ട് ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ എന്താ ആരോ പറഞ്ഞ് ഒന്നുകൂടി വ്യക്തമാക്കണമല്ലോ എന്ന് പറയുകയും വീണ്ടും ആരോ അത് തന്നെ ആവർത്തിച്ചപ്പോൾ എനിക്ക് ആ ബാലറ്റ് ഒന്ന് പരിശോധിക്കണമെന്ന് പറയുകയും ചെയ്യാൻ കാരണം, അതിൻ്റെ കാരണം ആരോന് തെറ്റുപറ്റി എന്നാണ് ഞാൻ വിലയിരുത്തിയത്. കാരണം ഒരു കാരണവശാലും ഈ പ്രസ്ഥാനത്തിൽപ്പെട്ട ഒരാളും അങ്ങനെ ബോധപൂർവം മറ്റൊരാൾക്ക് വോട്ട് ചെയ്യില്ല എന്നാണ് എൻ്റെ വിശ്വാസം. തെരഞ്ഞെടുപ്പിനായി ദിവസങ്ങളോളം പ്രവർത്തിച്ച 100 കണക്കിന് അണികളെ വഞ്ചിക്കുന്ന നിലപാട് ഈ പ്രസ്ഥാനത്തിലുള്ളവർ സ്വീകരിക്കില്ല എന്നുള്ളതായിരുന്നു തന്റെ വിശ്വാസമെന്നും, വോട്ടുമാറ്റത്തിനായി രാമചന്ദ്രനെ പ്രേരിപ്പിച്ച എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടെങ്കിൽ അന്വേഷിച്ച് നടപടിയെടുക്കാൻ കഴിവുള്ള പ്രസ്ഥാനമാണ് CPIM എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 100 കണക്കിന് അണികൾ അഹോരാത്രം പ്രവർത്തിച്ചതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് എന്നെപ്പോലെയുള്ള ആളുകളൊക്കെ തന്നെ മെമ്പർമാരായി മാറുന്നത്. അവരെയൊക്കെ വഞ്ചിക്കുന്ന തരത്തിൽ ഒരു തീരുമാനം എടുക്കുകയും ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വോട്ട് മാറ്റി ചെയ്യുകയും ചെയ്യുന്ന ആളുകൾ ഈ പ്രസ്ഥാനത്തിൽ ഉണ്ടാകും എന്ന ഒരു വിശ്വാസമുള്ള ഒരാളല്ല ഞാൻ. മാത്രമല്ല ഇതിനെ അദ്ദേഹത്തെ പ്രേരിപ്പിച്ച മറ്റെന്തെങ്കിലും ഘടകങ്ങൾ, അതായത് അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിച്ച ആരെങ്കിലും ഉണ്ടോ, ബോധപൂർവമാണെങ്കിൽ അദ്ദേഹത്തെ ഇതിനു വേണ്ടി പ്രോത്സാഹിപ്പിച്ച ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ തന്നെ കൃത്യമായിട്ട് അന്വേഷിക്കാൻ പ്രാപ്തിയുള്ള ഒരു പാർട്ടിയുടെ പ്രതിനിധിയാണ് എന്നതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും കൂടുതലായിട്ട് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇത്തവണ വോട്ട് ചെയ്തതും കൂടി കൂട്ടിയാൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ 4ാമത്തെ തവണയാണ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് വോട്ട് ചെയ്യുന്നത്. ആ വോട്ട് ചെയ്യുമ്പോൾ അബദ്ധം സംഭവിക്കുകയാണെങ്കിൽ ഒരു തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിക്ക് അബദ്ധം സംഭവിക്കുമ്പോൾ വോട്ട് അസാധുവാകാനാണ് സാധ്യത. വോട്ട് രേഖപ്പെടുത്തുന്ന സമയത്ത് രാമചന്ദ്രന് കണ്ണുമായി ബന്ധപ്പെട്ടോ മറ്റ് ശാരീരിക പ്രശ്നങ്ങളോ ഉണ്ടായതായി കരുതുന്നില്ല എന്നും, വോട്ട് ചെയ്യുന്ന ഓരോരുത്തരെയും നിരീക്ഷിച്ച തനിക്ക് അത് വ്യക്തമായിട്ടുണ്ട് എന്നും എല്ലിശ്ശേരി വിശ്വനാഥൻ സാക്ഷ്യപ്പെടുത്തുന്നു. ബാലറ്റിനകത്ത് 2 പേര് മാത്രമേ സ്ഥാനാർത്ഥികളായി വരുന്നുള്ളൂ.
ആ വോട്ട് ചെയ്യുമ്പോഴത്തെ ആ ഓരോ വ്യക്തികളും വോട്ട് ചെയ്യുന്നത് നോക്കിയിരുന്ന ഒരാള് എന്ന നിലയ്ക്ക് അദ്ദേഹത്തിനോ മറ്റാർക്കെങ്കിലോ അങ്ങനെ ഒരു ശാരീരികമായിട്ടുള്ള അവശത അനുഭവപ്പെട്ടു എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതൊക്കെ അന്വേഷിച്ച് കണ്ടെത്താൻ തക്ക പ്രാപ്തിയുള്ള പാർട്ടിയാണ് CPIM. അത് തുടർന്നുള്ള ദിവസങ്ങളിൽ കൃത്യമായി അന്വേഷണം നടത്തും. പുത്തൻ രുചിയുടെ മാസ്മരിക ലോകവുമായി സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ചേലക്കര. ഇന്ത്യൻ, അറബിക്, ചൈനീസ് വിഭവങ്ങളും ജ്യൂസ്, ഐസ്ക്രീം തുടങ്ങിയവയുമെല്ലാം ഇനി ഒരു കുടക്കീഴിൽ ലഭിക്കും. ഇഷ്ടമുള്ളത് മനസ്സ് നിറച്ച് കഴിക്കാം സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റിൽ നിന്നും. കുട്ടികൾക്കായി മിനി പാർക്കും വാഹന പാർക്കിംഗ് സൗകര്യവും സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഒരുക്കിയിരിക്കുന്നു. കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ്. സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് MSN ഓഡിറ്റോറിയത്തിന് എതിർവശം തോന്നൂർക്കര. ഫോൺ 9447 062266.